ക്ലയൻറ്റിൽ എന്താ പറയുക ഡിസൈറബിൾ ആയിട്ടുള്ള പോസിറ്റീവ് എന്ന് പോലും അല്ല ഡിസൈറബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടായി. അതിൻ്റെ ക്രെഡിറ്റ് സൈക്കോളജിസ്റ്റ് എടുക്കണം. ഡിസൈറബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടായില്ലെങ്കിൽ അപ്പോൾ അതാരും എടുക്കേണ്ടത്? പ്രത്യേകിച്ചും ഒരു പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സിൽ നേരത്തെ നമ്മൾ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ സ്കില്ലുകളൊക്കെ പറയുമ്പോൾ ആ സ്കില്ല് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ കൗൺസിലർക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയാൽ കൗൺസിലിംഗ് ആവശ്യമുള്ള കാര്യം പറയും. തീർച്ചയായിട്ടും ആ പറയണതേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ സത്യം അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യനും അയാൾ പറയണ്ടെന്ന് വിചാരിച്ച കാര്യം പറയാൻ പോകുന്നില്ല. സൈക്കോളജിസ്റ്റ് ആയാലും വേണ്ടില്ല, വേറെ എന്തോ ആയിക്കോട്ടെ. കാരണം അവർക്ക് കൃത്യമായ ധാരണയുണ്ട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്നുള്ളത്. ആ പറയണം വിചാരിച്ചത് തന്നെ പറയുന്നു. ഒന്ന്, ഒരാളിൽ മാറ്റം വരിക എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇത് സൈക്കോളജിസ്റ്റിൻ്റെ സ്കില്ലോ കഴിവോ ഒന്നുമല്ല. ഒരു മനുഷ്യന് ഒരു സിറ്റുവേഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, പ്രശ്നമൊന്നും കൂടി പറയുന്നില്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ആൾക്കുണ്ട്. തീർച്ചയായും. സാർ, അടുത്തതായിട്ട് ഞാനിങ്ങനെ ചോദിക്കാൻ വിചാരിച്ചത്, ഇപ്പം ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്ന സമയത്ത് എനിക്കൊരു വിഷയം ഉണ്ടാവും. അപ്പോൾ എനിക്കതൊരു വിഷയം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഈ പ്രോബ്ലം എന്ന് പറയുന്നില്ല, എനിക്കൊരു വിഷയമുണ്ട്, എന്തായിക്കോട്ടെ, അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. തീർച്ചയായിട്ടും അതെനിക്ക് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് എൻ്റെ രീതിയിൽ ഞാൻ അതിനെ സോൾവ് ചെയ്യാനും എൻ്റെ നിലവിലുള്ള അറിവുകൾ വെച്ച്, എൻ്റെ റിസോഴ്സസുകൾ വെച്ച്, എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിലവിൽ ഇൻ്റർനെറ്റ് എല്ലാ സൗകര്യം വെച്ച് ഞാനത് കഴിവിൻ്റെ പരമാവധി സോൾവ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് പലപ്പോഴും പറ്റാതെ വരുമ്പോഴൊക്കെയാണ് ഒരു തേർഡ് പേഴ്സൺ ഹെൽപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പോലെ ഇത്ര സ്റ്റിഗ്മ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഹെൽപ്പ് എടുക്കാൻ പോകുന്നത് കുറച്ച് വൈകിട്ടാണ് വരും. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, എന്താ പറയുക, 6 മാസത്തെയും 2 മാസത്തെയും കോഴ്സ് കഴിഞ്ഞിട്ട് ശരിക്ക് പഠിക്കാതെ, പ്രൊഫഷണലി അല്ലാതെ, അല്ലെങ്കിൽ വേറൊരു പണിയില്ലാത്ത ആൾക്കാർ എന്തൊക്കെയോ പഠിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം സൈക്കോളജിയൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും വലിയ ശതമാനം ആൾക്കാർ പ്രൊഫഷണലി അല്ല പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രത്യേകം ട്രെയിനിങ് ഒന്നും എടുക്കാതെ ചെയ്യണം എന്നുള്ളൊരു പരാതിയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സൈക്കോളജിസ്റ്റുമാരുടെ അടുത്തൊക്കെ പോയിട്ട് ക്ലയൻറ്റുകൾ മാറ്റണ്ടായെന്നും അവർക്ക് കുറേ ചേഞ്ച് ഉണ്ടായെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കണമെന്നാണ് സാർ കരുതുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ, ഒരു മനുഷ്യന് ഒരു സിറ്റുവേഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, പ്രശ്നമൊന്നും കൂടി പറയുന്നില്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ആൾക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും അവർ ഉപയോഗിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും അവരുടെ ഉള്ളിൽ ആഗ്രഹം മാറണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ മാറണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചില സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ മതിയാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 2-3 ഇതിൽ കുറേ വിഷയങ്ങൾ വന്നു. ഒന്ന്, പ്രോപ്പർ സ്കില്ലിൻ്റെ പ്രശ്നം വന്നു, ട്രെയിനിങ്ങിൻ്റെ പ്രശ്നം വന്നു, മുമ്പത്തെ എന്താ പറയുക കുറേ എക്സ്പീരിയൻസ് ഇതിന് സഹായകരമാണോ എന്നുള്ള പ്രശ്നം വന്നു, പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് ഇല്ലാതെ ഇത് ചെയ്യണോ എന്നുള്ള പ്രശ്നം വന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം മാത്രം എടുക്കുകയാണ്, പ്രോപ്പറായിട്ടുള്ള ഒരു സ്കില്ലും ട്രെയിനിങ്ങും വേണ്ടത്ര ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ കുറേ ജീവിതാനുഭവങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ കൗൺസിലിങ്ങിലേക്ക് വരുന്നവരുടെ കൗൺസിലിംഗ് ഫലപ്രദമാവുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ആൾക്കാർക്ക് ഗുണം ചെയ്യും. അല്ല, അവരുടെ അടുത്ത് പോയവരും മാറി എന്ന് പറയുന്നു, അവർ കൂടുതൽ ആൾക്കാർ അവർക്ക് റെഫർ ചെയ്യുന്നു, അവരതിൻ്റെ അവകാശവാദങ്ങൾ പറയുന്നു, ഞങ്ങൾ എന്തിനങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ സംഭവിക്കുന്നത്, ഒന്ന്, ഒരാളിൽ മാറ്റം വരിക എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇത് സൈക്കോളജിസ്റ്റിൻ്റെ സ്കില്ലോ കഴിവോ ഒന്നുമല്ല, ആരോ ആവട്ടെ. ഓക്കെ, ഈ മനുഷ്യൻ തന്നെയാണ് മാറുന്നത്. അതിപ്പോൾ പ്രൊഫഷണലായി ചെയ്ത ആളും അല്ലെങ്കിൽ അല്ലാതെ അമേച്ചറായി ചെയ്യുന്ന ആളാണെങ്കിലും. പിന്നെ അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ബഹുഭൂരിപക്ഷം സിറ്റുവേഷൻസും പ്രശ്നങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളും സെൽഫ് ഹീലിംഗ് ആണ്. അതെ, കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മാറുന്നതായിരിക്കാം, ചിലപ്പോൾ അത് ഇത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാനത് സഹായിക്കുമില്ലേ എന്നുള്ളതിനുള്ള തർക്കത്തിലേക്കേ ഞാനില്ല, കാരണം അതൊരു കോൺട്രവേഴ്സ്യൽ വിഷയമാണ്, അതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഒന്ന്, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാനിപ്പം അനൂപിനെ കാണാൻ വരുന്നത് എനിക്ക് ഇത് മാറണം എന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു തെറപ്യൂട്ടിക് പെർമിഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ തന്നെ മാറാനുള്ളൊരു പെർമിഷൻ എടുക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാലേ മാറാൻ വയ്ക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ളൊരു പെർമിഷൻ എടുക്കുകയും മാറുകയും ചെയ്യുന്നതായിരിക്കാം ഇതിൽ സംഭവിക്കുന്നത്. അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം,
ഒരു മനുഷ്യൻ കേൾക്കാനുണ്ടെങ്കിൽ അതെ മാറ്റം സംഭവിക്കും. ഓക്കെ. അപ്പം നോക്കൂ, ഇയാളുടെ ബുദ്ധിമുട്ടുകൾ പറയാനേ വിഷമിച്ചിരിക്കുകയാണ്. അതെ, അവിടെയാണ് ഒരാൾ കേൾക്കാൻ തയ്യാറാവുന്നത്. തീർച്ചയായും. ഈ കേൾക്കാൻ തയ്യാറാവലിൽ തന്നെ വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം. തീർച്ചയായും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാറ്റിലും ഇങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. കുറച്ചും കൂടി സീരിയസ് ആയ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അതെ, ഈ ഒരു വ്യക്തിയെ ആളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതായ വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള ഈ എന്താ നമ്മൾ പറയുക, പുറത്തുള്ള ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു പുറമേയുള്ള ചികിത്സ കൊണ്ട് മാറ്റം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതായത് പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ അമച്ചുറായി കൊടുക്കുന്ന ഉപദേശങ്ങൾ കാര്യങ്ങളൊന്നും വർക്കാവണം, എല്ലായ്പ്പോഴും വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഒരാൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കൃത്യമായ സ്കിൽഡ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് തന്നെ വേണ്ടി വരും. മറ്റേത് ചിലപ്പോൾ പലപ്പോഴും ദോഷം ചെയ്യും. ഇത് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള കഴിവ് കുറവ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവില്ലായ്മ പലപ്പോഴും എന്തുണ്ടാവും, പ്രശ്നങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു 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 കുട്ടി തീരെ പഠിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും കുറേ കാലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും മറ്റുള്ള ഒരാൾ ഓക്കെ ശരി പഠിപ്പിക്കുന്ന കാര്യമൊക്കെ പറയാൻ അറിയാം, പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നമ്മളതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല, പഠിപ്പിക്കുന്ന കാര്യമൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയുന്ന ഒരാളടുത്ത് കാണിക്കുന്നു. അവർ ഈ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു, കുട്ടി ശരിക്കും പഠിക്കാൻ തുടങ്ങുന്നു, ആ കുട്ടിയുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഇത് സക്സസ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പലപ്പോഴും ഷെയർ ചെയ്യപ്പെടും. മറ്റൊരു കേസിൽ ഇതേപോലെ തന്നെ ഒരു കുട്ടി പഠിക്കുന്നില്ല, അപ്പോൾ ഇന്നയാളടുത്ത് അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ പോകും. ഇവിടെ ഒരു പക്ഷേ പഠിക്കാതിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ മാർക്ക് കുറയാനുള്ള കാരണം വേറെ എന്തെങ്കിലും ഒരു കോസ് ആയിരിക്കാം. ഇപ്പം മേ ബി ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഇഷ്യൂ ഉണ്ടാവാം. അതൊക്കെയാണല്ലോ, ഒരു ബ്രേക്കപ്പ് ഇഷ്യൂ ഉണ്ടാവാം. ഇയാളൊരു പക്ഷേ കുറച്ച് ഡിപ്രഷൻ്റെ ഒക്കെ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവാം. ഇത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും. എല്ലാതും ആവുന്നല്ല, കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യത ഉണ്ടല്ലോ. ഒരു ഡിപ്രഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു റിസ്ക് ഉള്ള ഇതാണ്. അത്തരം കാര്യങ്ങളൊക്കെ എത്തുമ്പോഴാണ് ചിലപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറും. സാധാരണഗതിയിൽ മനുഷ്യരുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു സമയം കഴിയുമ്പോൾ അവരെന്നെ സ്വയം എന്താ പറയുക കൂടെ കടന്നു പോയിട്ട് അങ്ങോട്ട് മാറാം. ഒന്ന്, അപ്പം ടൈം എന്നുള്ളത് വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും. മറ്റൊന്ന്, ആരെങ്കിലും ഒരാൾ കേൾക്കുക എന്നത് അതിൻ്റെതായ ഇഫക്റ്റ് ഉണ്ട്. മൂന്നാമത്തെ ഒരാൾ ഞാൻ തന്നെ വിചാരിച്ചൊരു കാര്യം അനൂപും കൂടിയും അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർ റെമഡിയൽ മെഷേഴ്സ് എടുത്തു എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഫലപ്രദമാവുക എന്ന് പറയുന്ന, അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും സീരിയസ് ആയ പ്രശ്നം വരുമ്പോൾ അത് കൃത്യമായ പരിശീലനം നേടിയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെയാകുമ്പോൾ ഒരു ഡൗട്ടും കൂടി, ഒരു ക്ലാരിറ്റി വരേണ്ടത്, ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു ക്ലയൻറ്റ് വരുന്നു, ആ ക്ലയൻറ്റിനെ നമ്മൾ അറ്റൻഡ് ചെയ്തു, തെറാപ്പി എടുത്തതിന് ശേഷം ആ ക്ലയൻറ്റിന് ആ വിഷയത്തിൽ മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്കത് സോൾവ് ആകുന്നു, അല്ലെങ്കിൽ പ്രോബ്ലം അവർക്ക് ഫീൽ ചെയ്യുന്നത് മാറി എന്നുള്ളത്. ചില ക്ലയൻറ്റ് അതേ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നു, അവർക്ക് സൈക്കോളജിസ്റ്റിനെ കണ്ടു, തെറാപ്പി കൊടുത്തു, മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ചില സൈക്കോളജിസ്റ്റുമാർ എൻ്റെ അടുത്ത് വന്നു, ക്ലയൻറ്റിന് മാറ്റം ഉണ്ടായി, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയം മുഴുവൻ സൈക്കോളജിസ്റ്റ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടത് കൊണ്ടാണ്, ഞാൻ ചെയ്തത് കൊണ്ടാണ്, എൻ്റെ സ്കില്ലാണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അതേപോലെ തന്നെ അവരുടെ അടുത്ത് വരുന്ന വേറൊരു ക്ലയൻറ്റിന് മാറ്റം ഉണ്ടായില്ലെങ്കിൽ ചില സൈക്കോളജിസ്റ്റുമാർ തൻ്റെ കഴിവിനെ സംശയിക്കും, അല്ലെങ്കിൽ ചില സൈക്കോളജിസ്റ്റുമാർ പറഞ്ഞേക്കാം മറ്റേ ഞാൻ ഈ പറഞ്ഞ പണിയൊന്നും നീ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ കുറ്റപ്പെടും. അതായത് ഇതൊക്കെ ചെയ്താലല്ലേ ഇത് മാറുള്ളൂ, വെറുതെ വന്നിങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ, നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമില്ലേ എന്നൊക്കെ പറയുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പേഴ്സണലി കൺക്ലൂഡ് ചെയ്യുന്നത്, ഒരാൾ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ജോലി പ്രൊഫഷണലി എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കൃത്യമായി ചെയ്യുക. ക്ലയൻറ്റിൻ്റെ ഒരു റോളും കൂടി അതിൽ വന്നിട്ട് അത് ചിലപ്പോൾ ആൾക്ക് മാറാതിരിക്കാം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതോ എങ്ങനെയാണ് സാർ ഇതിനെ? ഇതൊരു നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു 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 പ്രശ്നത്തിലേക്കാണ് ഇത് പോകുന്നത്. കാരണം ഇവിടെ എന്താ അറിയോ, കൗൺസിലിങ്ങിൻ്റെ ആദ്യത്തെ ഡെഫിനിഷൻ തന്നെ എന്താ,
കൗൺസിലിങ്ങിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? ഇറ്റ്സ് എ കൊളാബറേറ്റീവ് അപ്രോച്ച്. ഓക്കെ. കൗൺസിലർക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഓക്കെ. ഈ ക്ലയൻറ്റും സൈക്കോളജിസ്റ്റും കൗൺസിലറും കൂടിയുള്ള ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ് കൗൺസിലിംഗ്. തീർച്ചയായിട്ടും. അതാണ് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. പിന്നെ ഒരു ചോദ്യം എന്താണെന്നറിയോ, ശരി ക്ലയൻറ്റിൽ എന്താ പറയുക ഡിസൈറബിൾ ആയിട്ടുള്ള, പോസിറ്റീവ് എന്ന് പോലും അല്ല, ഡിസൈറബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടായി, അതിൻ്റെ ക്രെഡിറ്റ് സൈക്കോളജിസ്റ്റ് എടുക്കണം. ഡിസൈറബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടായില്ലെങ്കിൽ അപ്പോൾ അതാരാ എടുക്കേണ്ടത്? അതപ്പോൾ ക്ലയൻറ്റ് എടുക്കണം, അതോ അത് ഇയാൾ തന്നെയല്ലേ എടുക്കേണ്ടത്? അല്ല, ചില സൈക്കോളജിസ്റ്റ് അങ്ങനെ എടുത്തിട്ട് അവർ സെൽഫ് എസ്റ്റീം പോകാറുണ്ട്. അത് മനസ്സിലായി. അവിടെ ഞാൻ പറയുന്നത് തന്നെയാണ്, സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതും സാധാരണ മനുഷ്യനാണെന്നേ. തീർച്ചയായിട്ടും. അവർക്ക് ഇത്തരത്തിലുള്ള എല്ലാ സംഭവം ഉണ്ട്. ഞാനൊരു ഫെയിലിയർ ആണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. തീർച്ചയായിട്ടും. ഇല്ലേ? ഉറപ്പായിട്ടും. സക്സസ്ഫുൾ ആണെന്നുള്ള ചിന്ത വന്നാൽ അയാൾക്ക് ചിലപ്പോൾ സന്തോഷം, എനർജി ഉണ്ടാവും, സന്തോഷം കൂടും, തീർച്ചയായിട്ടും മറ്റൊടത്ത് ഇതും ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൗൺസിലിയിൽ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ അയാളുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഒരു കൗൺസിലിംഗ് ഗോളായിട്ട് എടുത്താലാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ കൗൺസിലിംഗ് പ്രോട്ടോക്കോള്, കൃത്യമായ കൗൺസിലിംഗ് പ്ലാന്, സൈക്കോതെറാപ്പിയുടെ പ്രോട്ടോക്കോള്, അത് കൃത്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇത് ഫലപ്രദമായിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം ഒരുപാട് കോമോർബിഡിറ്റി ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞത് ഓരോ മനുഷ്യനും യുണീക്കാണ്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം, നമ്മളുടെ സ്കില്ല് അത് കഴിയുന്നത്ര ഇമ്പ്രൂവ് ചെയ്യുക, കഴിയുന്നത്ര അപ്ഡേറ്റ് ചെയ്യുക, ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. റിസൾട്ടിനെ കുറിച്ച് ബോധേഡായാൽ നമുക്കിങ്ങനെ രണ്ടും വരും. അതെ. മറ്റൊടത്ത് സന്തോഷം ഉണ്ടാവില്ല എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സന്തോഷം ഉണ്ടാവേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്ത് നമ്മളത് ഫലപ്രദമാവുക ഇൻ ദ സെൻസ് ഇഫക്റ്റീവായ എന്നുള്ള അർത്ഥത്തിലാണ്. തൃപ്തികരമായിട്ട്, നമുക്ക് തൃപ്തികരമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിലാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് തൃപ്തികരം എന്ന് പറയുമ്പോൾ ക്ലയന്റിന്റെ റിസൾട്ടുമായി അല്ലെങ്കിൽ അയാൾക്കുണ്ടാവുന്ന ചേഞ്ചുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവും. ക്ലയന്റിൽ ഉണ്ടാവും മാറ്റം. നമ്മളിത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ, നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചാൽ മാറ്റം ഉണ്ടാവാം. എല്ലാ കണ്ടീഷൻസിലും മാറ്റം ഉണ്ടാവണമെന്നും ഇല്ലെങ്കിലും അത് നമുക്ക് അതിന്റെ മുകളിൽ നമ്മൾ വിഷമിക്കാനും പോണ്ട, സന്തോഷിക്കാനും പോണ്ട. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും അതിനകത്ത് കൗൺസിലർ എന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു നിലപാടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എന്താ പറ്റുന്നറിയോ, ഒരു ഭാഗത്ത് നമുക്ക് ഈ സന്തോഷം കിട്ടുക, എനർജി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അപ്പുറത്ത് മറ്റതും ഇല്ലേ. അതെ. ഇത് ഏതാ കൂടുതൽ വരണമെന്നനുസരിച്ച് നമ്മുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്താൽ ബുദ്ധിമുട്ടാവും. ഒരു ന്യൂട്രലായി നിൽക്കാൻ പറ്റില്ല. അപ്പം അത് ആ രീതിയിൽ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. താങ്ക് യു സാർ. എനിക്ക് അടുത്തതായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ക്ലയൻറ്റ് ആ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു റാപ്പോ ഉണ്ടായാലാണ് അവരുടെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക. റാപ്പോ കുറവാണെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി അയാൾക്കുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അയാളുടെ അച്ഛനോടോ അമ്മയോടോ സുഹൃത്തുക്കളോടോ ടീച്ചറോടോ ഓരോ സാഹചര്യങ്ങളിലും ഒരേപോലെ ആവണമെന്നില്ല അവതരിപ്പിക്കുക പറയണത്. കാരണം ആ ആൾ എങ്ങനത്തെ ആളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതേപോലെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും നല്ല റാപ്പോ ഉണ്ടാകുന്നു, ഇയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിലേ പറയാറുള്ളൂ. അപ്പോൾ പലപ്പോഴും ഒരു പ്രശ്നം വരുന്നത്, വീട്ടുകാർ ക്ലയൻറ്റിനെ നമ്മുടെ അടുത്ത് എന്താ പറയുക സൈക്കോളജിസ്റ്റിനെ കണ്ടോളൂ എന്ന് പറയുന്ന സമയത്ത് എന്ത് പറയും, എല്ലാം തുറന്നു പറഞ്ഞോളൂ കേട്ടോ, എന്നാലേ സാറിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. അതേപോലെ ഈ സൈക്കോളജിസ്റ്റുമാർ എന്ത് വിശ്വസിക്കുന്നുണ്ട്, എന്താ പറയുക, ക്ലയൻറ്റ് എല്ലാം തുറന്നു പറയണം. തുറന്നു പറയാൻ മാത്രമല്ല, സത്യം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വളരെ വ്യക്തമായിട്ട് സത്യം പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതേപോലെ തന്നെ ക്ലയൻറ്റ് സത്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുള്ളൂ. അതിനേക്കാൾ ഉപരി വേറൊരു കാര്യം കാണാറുള്ളത്, ഇതിലിപ്പോൾ അച്ഛൻ പറയണതാണോ, അമ്മ പറയണതാണോ, കുട്ടി പറയണതാണോ, ഭാര്യ പറയണതാണോ, ഭർത്താവ് പറയണതാണോ ശരി, സത്യം കണ്ടുപിടിക്കണം. അതായത് ഈ പോലീസുകാരുടെ പണി സൈക്കോളജിസ്റ്റ് എടുക്കണ പോലത്തെ ഒരു സാധനം ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. സാറിൻ്റെ എക്സ്പീരിയൻസിൽ സാർ എന്താ അതിനെക്കുറിച്ച്, ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇതിലാദ്യം പറഞ്ഞത്, പലപ്പോഴും ഈ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ, അതിപ്പോ കുട്ടികളൊന്നുമില്ല, മുതിർന്നവരെ കൊണ്ടുവരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഈ കൊണ്ടുവരുന്ന ഒരാളുണ്ടല്ലോ, ആ ആളാണ് അതിന്റെ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അപ്പൊ ആള് പലപ്പോഴും ഇവരോട് പറഞ്ഞ കാര്യം, പിന്നെ സാറിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയണം, എന്നാലെയാണ്
അതിനു വേണ്ടിയാണ് വന്നേ എന്നൊക്കെ പറയും. അപ്പോൾ ഈ അങ്ങനെ ഒരു കാര്യം, എല്ലാ കാര്യവും പറയണം, പിന്നെ പറഞ്ഞില്ലേ എന്താ സത്യം മാത്രം പറയണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഏറെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യനും അയാൾ പറയണ്ടെന്ന് വിചാരിച്ച കാര്യം പറയാൻ പോകുന്നില്ല. സൈക്കോളജിസ്റ്റ് ആയാലും വേണ്ടില്ല, വേറെ എന്തോ ആയിക്കോട്ടെ. കാരണം അവർക്ക് കൃത്യമായ ധാരണയുണ്ട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്നുള്ളത്. ആ പറയണം വിചാരിച്ചത് തന്നെ പറയുള്ളൂ. അതാണ് ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ ഈ എല്ലാം പറയുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ മറ്റതിപ്പം അനൂപ് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ ഒരേ കാര്യം ഓരോരുത്തരോടും പറയണത് വ്യത്യസ്ത രീതിയിലാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റിനോട് പറയുന്ന ഒരു പ്രത്യേക രീതിയായിരിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യവും പറയുക എന്നുള്ളതൊന്നും സാധ്യമല്ല, അതിൻ്റെ ആവശ്യമില്ല. അതൊന്നും ഈ ഇതിനെ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുകയോ ഒന്നും ചെയ്യും എന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, സൈക്കോളജിസ്റ്റുകൾക്കും പലപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നു എന്നുള്ളത്. എന്താ എല്ലാവരും എല്ലാം തുറന്ന് പറഞ്ഞിട്ടില്ല. ഈ തുറന്ന് പറയാത്ത എൻ്റെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് ഇത് ഈ ക്ലൈൻറ്റ് മുഴുവൻ പറയാത്തത്. അപ്പോൾ അതുകൊണ്ട് അയാളെ പറയിപ്പിക്കാൻ നോക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ പിന്നീട് 2, 3, 4 സെഷന് ശേഷം പറയുമ്പോൾ ഇതെന്താ അന്ന് പറയാഞ്ഞ്, എന്നിട്ട് അവർ ഡിസ്റ്റർബ്ഡ് ആവുക, അല്ലെങ്കിൽ അവർക്ക് ഇത് വരിക, ഈ ക്ലൈൻറ്റിനെ കുറ്റപ്പെടുത്തുക, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക തെറ്റായൊരു ധാരണയാണ് കൗൺസിലിങ്ങിനെ കുറിച്ചുള്ളത്. ഇതൊക്കെ എന്തോ എല്ലാ കാര്യവും ഒന്ന് തുറന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേണം ഇതിനൊക്കെ പരിഹാരം കാണാൻ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ധാരണ, അത് വളരെ ഇതായിട്ട് വരും. അല്ല, ഈ ക്ലൈൻറ്റ് നുണ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ക്ലൈൻറ്റിനെ സഹായിക്കാൻ കഴിയുമെന്നാണ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നത്. ക്ലൈൻറ്റ് സത്യം പറയണ്ടേ? നമ്മൾ അവർ സഹായിക്കാൻ ആത്മാർത്ഥമായിരിക്കുന്ന സമയത്ത് അവർക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ ഹെൽപ്പ് എടുക്കാൻ വന്നൊക്കെയാണ്. അവിടെയും സത്യം പറയണില്ല വെച്ചാൽ എങ്ങനെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമെന്നാണ് എന്ത് ചെയ്യുന്നത്? അത് ഇവിടെ അഗൈൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ഈ സത്യം കണ്ടെത്തുക എന്നുള്ളതിലാണ് അന്വേഷണം. അപ്പം ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുക എവിടെയെന്നറിയോ? ഇപ്പോൾ ഒരു മാരിറ്റൽ കൗൺസിലിങ്ങിൽ ഭാര്യയുണ്ട്, ഭർത്താവും ഉണ്ട്. പലപ്പോഴും ഇവർ രണ്ടുപേരും വേറെ വേറെയാണ് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഭാര്യ മാത്രം വന്നു എന്ന് വിചാരിക്കുക, ഭർത്താവ് വന്നില്ല. അല്ലെങ്കിൽ ഭർത്താവ് മാത്രം വന്നു, ഭാര്യ വന്നിട്ടില്ല. അപ്പോൾ ഈ ഭർത്താവ് പറയുന്ന കാര്യം മുഴുവൻ ശരിയാണെന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം കൗൺസിലിങ്ങിലേക്ക് പോകാൻ എന്നൊരു ധാരണ പലപ്പോഴും സൈക്കോളജിസ്റ്റുകളുടെ ഇടയിലും വരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരിലും അല്ല, അപൂർവമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കാരണം സത്യം പറഞ്ഞിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ സത്യം കണ്ടെത്തലാണോ കൗൺസിലിങ് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അയാൾ എന്ത് പറയുന്നു എന്നുള്ളത് പോലുമല്ല, ഒരാൾ എന്ത് പറയണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കുന്നത് പോലും അല്ല എന്നുള്ളതാണ് പലപ്പോഴും. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഒരു പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സിൽ നേരത്തെ നമ്മൾ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ സ്കില്ലുകളൊക്കെ പറയുമ്പോൾ ആ സ്കില്ല് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ, കൗൺസിലർക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയാൽ കൗൺസിലിംഗ് ആവശ്യമുള്ള കാര്യം പറയും. തീർച്ചയായിട്ടും. ആ പറയണതേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ സത്യം അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ സത്യം അറിഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യാൻ പോണേ? അപ്പോൾ അതിൽ വലിയൊരു കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ സത്യം കണ്ടെത്തലല്ല, ഈ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങൾ ഈ ആളെ എന്താ പറയുക ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ ആളത് പറഞ്ഞിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തിനാ പോകേണ്ട കാര്യം? അപ്പോൾ സാറ് ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് നിലവിൽ സാധാരണ ഒരു കേസുമായിട്ട് വരുന്ന ക്ലൈൻറ്റ്, അയാൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ തെറാപ്പിയുമായി മുന്നോട്ട് പോവുക. ആ ക്ലൈൻറ്റിനെ അയാൾ പറയുന്ന ഇൻഫർമേഷൻസ് ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആസ് എ സൈക്കോളജിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ചുരുക്കം? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. എല്ലാ ഭാഗത്തും നിന്നല്ല, പലപ്പോഴും അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെന്ത് ചെയ്യാൻ പറ്റും? ഈ ആളാണ്, ഈ ക്ലൈൻറ്റ് തരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടേ നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഓരോ സെഷനിലും പലപ്പോഴും ഇൻഫർമേഷൻ തരുന്നതിൻ്റെ രീതി മാറിയെന്ന് വരാം, ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു എന്ന് വരാം. ഇതൊക്കെ സംഭവിക്കും ഇതിനകത്ത്. കാരണം ആളെന്നെ തീരുമാനിച്ചിട്ടില്ല എന്തൊക്കെയാ പറയേണ്ടതെന്ന്. ഇതൊരു അൺകോൺഷ്യസ് ഒരു എന്താ പറയുക ബോധപൂർവ്വം നടക്കുന്ന ഒരു കാര്യമൊന്നും അല്ല പലപ്പോഴും ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. അപ്പം ചിലപ്പോൾ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു എന്നൊക്കെ വരാം. അപ്പം നമ്മൾ കൗൺസിലിങ്ങിൽ തന്നെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഈ കൗൺസിലി പറയുന്നതിൽ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന കൃത്യമായ സ്കില്ലുണ്ട് അതിനകത്ത്. അത് ഉപയോഗിച്ചാൽ മതി. തീർച്ചയായിട്ടും. അതാണ് നമ്മളവിടെ ഇത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ സത്യം കണ്ടെത്തുക എന്നുള്ളതല്ല, കൗൺസിലിൽ എന്ത് ഇൻഫർമേഷൻ തരുന്നു ആ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകുക എന്നുള്ളതായിരിക്കും പലപ്പോഴും
കൗൺസിലിങ്ങിൽ നല്ലത്. അതെ, പക്ഷേ ഈ ചില സൈക്കോളജിസ്റ്റുമാർ ഭയങ്കര ഇൻസൾട്ടഡ് ആവണ കണ്ടിട്ടുണ്ട് സാർ. കാരണം ഞാനൊരു ക്ലയൻറ്റിനെ കണ്ടു, അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആ ക്ലയൻറ്റ് തരാത്തൊരു ഇൻഫർമേഷൻ വേറൊരാൾ ആ ക്ലയൻറ്റിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ വച്ചിട്ട് ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് അതിനെയൊക്കെ നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഞാൻ മുമ്പൊരു നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മുമ്പൊന്നല്ല ഞാൻ പറഞ്ഞു, ഈ സൈക്കോളജിസ്റ്റുകളും മനുഷ്യന്മാരാണെന്ന് അങ്ങോട്ട് ആലോചിച്ചാൽ മതി, എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ? ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് 2 പേര് 3 പേരുണ്ടെന്ന് വെച്ചോളൂ. ഒരു സുഹൃത്ത് നമ്മൾ വിശ്വസിക്കുന്നു ഇയാൾ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, ഈ ആൾ കുറേ കാര്യമൊക്കെ എന്നോട് പറയുന്നുണ്ട്. പക്ഷേ മൂന്നാമത്തെ ഒരാൾ പറയാണ് നമ്മളോട് പറയാത്തൊരു കാര്യം അയാൾ പറയണം, അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫീൽ ചെയ്യില്ലേ അയാൾ പറയാഞ്ഞ്? പക്ഷെ ഇതൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. അതെ, അതാണ് പ്രശ്നം. അതാ ഞാൻ പറയാൻ വരണത്. ഇത് ഏതൊരു മനുഷ്യ ബന്ധത്തിലും സംഭവിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ പേഴ്സണലി എടുക്കരുത്. അവിടെയാണ് പ്രൊഫഷണലിസം ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും. ഈ അതിൻ്റെ അത് എന്നോട് പറയാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ വേണ്ട നീ. ഈ കൗൺസിലി ഈ ക്ലൈൻറ്റ് നമ്മളോട് ആ ഒരു പെർട്ടിക്കുലർ കാര്യം ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അയാൾക്ക് വേണം തോന്നുന്ന സമയത്ത് അയാൾ പറഞ്ഞോട്ടെ. പിന്നെ ചില ക്ലാരിഫിക്കേഷൻസ് വേണ്ടി വരും, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടി വരും, അത് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. തീർച്ചയായിട്ടും. എന്നിട്ടും പറയുന്നില്ലെങ്കിലും വേണ്ട. അതെ, അപ്പോൾ ക്ലയൻറ്റ് പറയുന്ന 2 ഇൻഫർമേഷൻസ്, അവർ തന്ന 2 ഇൻഫർമേഷൻസ് മാച്ച് ആവാതെ വരികയോ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലയൻറ്റിനോട് ചോദിക്കാം. അതായത് ഇന്ന കാര്യങ്ങൾ 2 നേരത്തെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ പറഞ്ഞ ഇങ്ങനെയതാണ്, അപ്പോൾ ഇത് എന്താണ്, അങ്ങനെ നമുക്ക് ക്ലാരിറ്റി വരുത്താം. അതെ, നമ്മൾ പറയില്ലേ കോൺഫ്രണ്ടേഷൻ എന്ന് പറയില്ലേ? കോൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് അതാണ്, അല്ലാണ്ട് ക്ലയൻറ്റിനെ നമ്മൾ എതിർക്കലല്ല. കോൺഫ്രണ്ടേഷൻ എന്നുള്ള വാക്ക് തന്നെ കൗൺസിലിങ്ങിൽ ഒരുപാട് ആളുകൾ മറ്റു രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൗൺസിലിയെ കോൺഫ്രണ്ട് ചെയ്യേ, കൗൺസിലിയുടെ വിശ്വാസത്തിനെ കോൺഫ്രണ്ട് ചെയ്യേ, കൗൺസിൽ ഇത് മുമ്പ് പറഞ്ഞതിനെ ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ അനൂപ് പറഞ്ഞ മാതിരിയുള്ള സിറ്റുവേഷൻ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വന്നാൽ, കഴിഞ്ഞ പ്രാവശ്യം മുമ്പൊരിക്കൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കോൺഫ്രണ്ട് ചെയ്യാം. കോൺഫ്രണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അവരോട് നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കൂ അന്ന് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ ഓർക്കുന്നത്, ഇപ്പം ഇങ്ങനെയാണ്, അപ്പം ഇത് തമ്മിൽ എന്തെങ്കിലും അതോ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള പ്രശ്നമാണോ അതോ ഇങ്ങനെയാണോ പറഞ്ഞിരുന്നത് വളരെ മൈൽഡായിട്ട് ചോദിക്കാം. മിക്കവാറും റാപ്പ് ഉണ്ടെങ്കിൽ ക്ലൈൻറ്റ് അതിലത്തൊരു ക്ലാരിഫിക്കേഷൻ, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി, ക്ലാരിഫിക്കേഷൻ അല്ല ക്ലാരിറ്റി തരും. ഈ ക്ലാരിറ്റി ഉണ്ടാവണത് ആർക്കാ? സൈക്കോളജിസ്റ്റിനല്ല, ക്ലൈൻറ്റിനാ ക്ലാരിറ്റി ഉണ്ടാവേണ്ടത്. ക്ലൈൻറ്റിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായ നിലപാടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ക്ലൈൻറ്റ് അവെയർ ആയിക്കൊള്ളണമെന്നില്ല. ഈ അവെയർ ആക്കലാണ് കോൺഫ്രണ്ടേഷനിൽ സംഭവിക്കും. തീർച്ചയായിട്ടും ഇത് സംഭവിക്കണം കൗൺസിലിംഗ് പ്രോസസ്സിൽ. അതുകൊണ്ട് എന്താ കുഴപ്പം? എല്ലാം പറയുക, എല്ലാം തുറന്നു പറയുക എന്നുള്ളതൊന്നും നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമല്ല. തീർച്ചയായും. സാർ, അടുത്തതായിട്ട് നമുക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ സൈക്കോളജിയിൽ എപ്പോഴും സയൻറ്റിഫിക് എവിഡൻസ് ബേസ്ഡ് ലിസൺ ചെയ്യണം, നോൺ ജഡ്ജ്മെൻ്റൽ ആവണം, എമ്പതി വേണം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. എപ്പോഴും എല്ലാ ടെക്സ്റ്റ് ബുക്സിലും ഉള്ള സാധനമാണ്. അപ്പോൾ പലപ്പോഴും സാർ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനാണ്, ഇമോഷൻസ് ഉള്ള ആൾക്കാരാണ്. നമുക്ക് ഒരാളെ കണ്ട ഉടനെ നമ്മൾ ജഡ്ജ്മെൻ്റലാവും, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ ജഡ്ജ്മെൻ്റലാവും. അപ്പോൾ പലപ്പോഴും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബി നോൺ ജഡ്ജ്മെൻ്റൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനും ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ എങ്ങനെ ജോൺ ജഡ്ജ്മെൻ്റലാവുക, അപ്പോൾ അവർ ഭയങ്കര ബലം പിടിച്ചിരിക്കുകയും ഒരു സ്വാഭാവികത നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉള്ളിൽ അവർ അഭിനയിക്കേണ്ട അവസ്ഥയൊക്കെ വരും. ഉള്ളിലിങ്ങനെ അവർക്ക് തോന്നുന്ന സാധനം വേറെ, പറയുന്നത് വേറെ, ഒരു ഇൻകോൺഗ്രുവൻസ് എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ഈ നോൺ ജഡ്ജ്മെൻ്റൽ എന്ന സാധനം എങ്ങനെ അപ്ലൈ ചെയ്യുക ഒരു സൈക്കോളജിസ്റ്റ് നിലയ്ക്ക്? ഏറ്റവും ഞാൻ ഈ ഇവിടുന്ന് തുടങ്ങുകയാണ്, ഈ ഇൻകോൺഗ്രുവൻസ് എന്ന് പറഞ്ഞ് തുടങ്ങുക നല്ലത് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇൻകോൺഗ്രുവൻ്റ് ആവുകയാണ് ഒരു മനുഷ്യനെങ്കിൽ പിന്നെ അയാൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ നോൺ ജഡ്ജ്മെൻ്റൽ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബലം പിടിച്ചിരിക്കും, നമുക്കതുകൊണ്ട് പറ്റൂല. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഒരുപാട് ഈ ഇത് പോണത്, ഫോക്കസ് അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവാം.
100% നോൺ ജഡ്ജ്മെൻ്റൽ ആവുക എന്ന് പറയുന്നത് സാധ്യമാവുമോ എന്നുള്ളത് തന്നെ അറിയില്ല. കാരണം നമ്മൾ വളർന്ന സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ നിലപാടുകളുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിന്തകളൊക്കെ വരാം. ഏറ്റവും പ്രധാന പ്രശ്നം, നമ്മൾ ഏതെങ്കിലും ക്ലയൻറ്റ് പറയുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യത്തിൽ, ക്ലയൻറ്റ് പറയുന്ന ഒരു കാര്യമാവാം, ക്ലയൻറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യമാവാം, ക്ലയൻറ്റിൻ്റെ അപ്പിയറൻസ് ആവാം, ക്ലയൻറ്റ് പറഞ്ഞ രീതിയാവാം, ബിഹേവ് ചെയ്ത രീതിയാവാം. ഇതിലൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു അയ്യേ ഇത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവണോ എന്നൊന്ന് തിരിച്ചറിയാം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക എന്നല്ല, ചിലപ്പോൾ സംഭവിച്ചു പോകും. ആ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ജഡ്ജ്മെൻ്റൽ ആവുകയും അത് തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ജഡ്ജ്മെൻ്റൽ ആണെങ്കിൽ പോലും അത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, നമുക്ക് സ്കില്ലും ഉണ്ടെങ്കിൽ, നമ്മൾ പഠിച്ച സ്കില്ലും ഉണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. പൂർണ്ണമായിട്ട് നോൺ ജഡ്ജ്മെൻ്റൽ ആവുക എന്നുള്ളതല്ല സംഭവിക്കേണ്ടത്. നമ്മൾ ചില സമയത്തെങ്കിലും ജഡ്ജ്മെൻ്റൽ ആവുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക, അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് സെഷനിൽ, നമ്മൾ സെഷനിൽ ഇരിക്കുമ്പോൾ ജഡ്ജ്മെൻ്റൽ ആയിപ്പോയി എന്ന് തന്നെ വയ്ക്കാം. അപ്പോൾ ഈ ജഡ്ജ്മെൻ്റൽ ആയി പോകുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മളൊരു മുൻധാരണകൾ വെച്ച് ചില നിലപാടുകൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളത് മുമ്പിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. തീർച്ചയായിട്ടും. അഥവാ ഹ്യൂമനിസ്റ്റിക് രീതിയിൽ മുമ്പിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് കൗൺസിൽ ചെയ്യണം മുമ്പിലേക്ക്, ഈ പ്രോസസ്സിനെ മുമ്പ് കൊണ്ടുപോകേണ്ടത് കൗൺസിലർ അല്ല. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ആ പ്രോസസ്സിനെ ബാധിക്കും. തീർച്ചയായിട്ടും. അങ്ങനെ പ്രോസസ്സിനെ ബാധിക്കുമ്പോൾ മിക്കവാറും പ്രോസസ്സിനെ കുറച്ചൊന്ന് സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഒരു ഫ്ലോ പോകും. ആ ഫ്ലോ പോകുന്നുണ്ടെങ്കിൽ അറിയണം, എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് അറിയണം. അവിടെ വെച്ചുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയസി എന്ന് പറയും. ഈ ഇതിൽ തന്നെ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളെ അവിടെ വെച്ചിട്ട് തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്ന സ്കില്ല് ഉണ്ടായി കഴിയുമ്പോൾ നമുക്കതിനെ മറികടക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അപ്പോൾ നോൺ ജഡ്ജ്മെൻ്റൽ ലെവൽ എളുപ്പമല്ല, പക്ഷെ എന്നാൽ പോലും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ കുറേ പറ്റും. ഇടയ്ക്ക് പറ്റിയില്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് വരുന്നുണ്ട് എന്ന് അറിയലാണ് പ്രശ്നം. അറിഞ്ഞിട്ട് മാനേജ് ചെയ്യലാണ്. തീർച്ചയായിട്ടും.